വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ദൈവം തന്റെ വേല അവസാനിപ്പിച്ചു എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 2-ാം വാക്യം. താൻ ചെയ്ത പ്രവൃത്തികളൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിവൃത്തനായി. വർഷത്തിന്റെ അവസാന ദിവസങ്ങൾ കർത്താവിനോടൊപ്പം ചെലവഴിക്കുക, അവന്റെ സാന്നിധ്യത്തിൽ കാത്തിരിക്കുക, സ്വയം ശുദ്ധീകരിക്കുന്നതിനും കഴുകനെ പോലെ സ്വയം പുതുക്കുന്നതിനും ഈ ദിവസങ്ങൾ ചെലവഴിക്കുക. വർഷത്തിലെ ഈ അവസാന ദിനങ്ങൾ നിങ്ങളിലേക്ക് പുതിയ ശക്തിയും പുതിയ ഉണർവും കൊണ്ടുവരട്ടെ. അവനെല്ലാം സൃഷ്ടിച്ചതിന് ശേഷം 7-ാം ദിവസം വിശ്രമിക്കുന്ന ദൈവത്തിന്റെ രഹസ്യം എന്തായിരുന്നു? അവൻ ക്ഷീണിതനാണോ? അവൻ എന്തിനു വിശ്രമിക്കണം? തിരുവെഴുത്ത് പറയുന്നു, നിത്യനായ ദൈവം, സൃഷ്ടാവ്, കർത്താവ്, ഭൂമിയുടെ അറ്റങ്ങളുടെ സൃഷ്ടാവ് തളർന്നു പോകുന്നില്ല, ക്ഷീണിക്കുന്നില്ല എന്ന്. ഇത് യെശയ്യാവ് 40-ാം അധ്യായം 28-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ആരെങ്കിലും വളരെ ദൂരം നടന്നാൽ അവന്റെ കാലുകൾ വേദനിക്കും, അവൻ തളർന്നു പോകും, വിശ്രമിക്കാൻ ശ്രമിക്കും. ഒരു വ്യക്തി കുടുംബത്തിനു വേണ്ടി വർഷങ്ങളോളം ജോലി ചെയ്തതിനു ശേഷം തൊഴിലുടമ അവന്റെ സേവനങ്ങളിൽ നിന്ന് വിരമിക്കാൻ നൽകുന്നു. എന്നാൽ ആത്മാവായ ദൈവം ക്ഷീണിക്കുന്നില്ല, നേരെ മറിച്ച് അവൻ ദുർബലർക്ക് ശക്തി നൽകുന്നു, ശക്തിയില്ലാത്തവർക്ക് അവൻ ശക്തി വർദ്ധിപ്പിക്കുന്നു എന്ന് യെശയ്യാവ് 40-ാം അധ്യായം 29-ാം വാക്യത്തിൽ പറയപ്പെടുന്നു. പിന്നെ എന്തിനാണ് കർത്താവ് വിശ്രമിച്ചത്? അത് മനുഷ്യരാശിയോടും അവൻ സൃഷ്ടിച്ച എല്ലാത്തിനോടും ചേരാനും അവരോടൊപ്പം സന്തോഷിക്കാനുമായിരുന്നു. ഈ വർഷത്തിന്റെ അവസാന നാളുകൾ കർത്താവിന്റെ സന്നിധി സന്തോഷിക്കാനും അവനിൽ സന്തോഷിക്കാൻ സ്വയം സമർപ്പിക്കാനും നിങ്ങൾ തീരുമാനിച്ചാൽ കർത്താവും സന്തോഷിക്കും. നോഹ പെട്ടകം പണിത് കഴിഞ്ഞപ്പോൾ അത്യധികം പരിശ്രമത്തോടെ ദൈവം നോഹയോടും കുടുംബത്തോടും പെട്ടകത്തിൽ പ്രവേശിക്കാൻ കൽപ്പിച്ചു. ഇത് ദൈവത്തിൽ വിശ്രമിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നു. ഇത് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 22-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും. പുറപ്പാട് 40-ാം അധ്യായം 34-ാം വാക്യത്തിൽ സമാഗമന കൂടാരത്തിൽ മേഘം മൂടി ആലയം മുഴുവനും കർത്താവിന്റെ മഹത്വത്താൽ നിറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അതേ രീതിയിൽ ശലോമോന്റെ ആലയം കർത്താവിനായി പണിയുകയും സമർപ്പിക്കുകയും ചെയ്തപ്പോൾ ദൈവമഹത്വത്തിന്റെ മേഘങ്ങൾ ആലയത്തിൽ നിറഞ്ഞു. തന്റെ മക്കളുടെ പ്രവൃത്തികളുടെ ഭാഗമാകുന്നതിൽ കർത്താവ് സന്തോഷിക്കുന്നു. നിങ്ങൾ ഈ വർഷം ആരംഭിച്ചത് കർത്താവിൽ നിന്നാണ്. ഈ വർഷം മുഴുവനും കർത്താവിന്റെ കൃപ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. വർഷം മുഴുവനും നിങ്ങൾക്ക് ജീവനും നല്ല ആരോഗ്യവും ശക്തിയും നൽകി നിങ്ങളെ വർഷാവസാനത്തിലേക്ക് കൊണ്ടുവന്നു. ഈ ദിവസങ്ങൾ കർത്താവിൽ സന്തോഷിക്കുന്ന ദിവസങ്ങളാകട്ടെ. ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ നല്ല കാര്യങ്ങളും എണ്ണുക, അവനെ സ്തുതിക്കുക. ദൈവമക്കളെ, പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം എബ്രായർ 4-ാം അധ്യായം 10-ാം വാക്യം. ദൈവം തന്റെ പ്രവൃത്തികളിൽ നിന്നെന്ന പോലെ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തന്റെ പ്രവൃത്തിയിൽ നിന്ന് നിവൃത്തനായി തീർന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സെഖര്യാവ് 13-14 അധ്യായങ്ങൾ, വൈകുന്നേരം വെളിപ്പാട് 21-ാം അധ്യായം. ആമേൻ.